നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ബിക്കോസ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ യൂണിവേഴ്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ഒരു സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സണെ ജീവിതത്തിൻ്റെ കൂടെ കൂട്ടാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എല്ലാം തന്നെ അതായത് എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പോൾ യൂണിവേഴ്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനും നിങ്ങൾ തമ്മിലുള്ളൊരു ഫ്യൂച്ചർ ലൈഫിനും ഒക്കെ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. അതായത് അയാൾക്ക് ഇപ്പോൾ നല്ലപോലെ അറിയാം അയാളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് നിങ്ങളുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ഒരു പ്രസൻസിലാണ് അയാൾക്ക് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അയാളുടെ ലൈഫിൽ കൂടെ കൂട്ടാൻ വേണ്ടി. ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്ങും എനർജിയുമാണ്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ഡിസിഷൻസാണ് എടുക്കാൻ പോകുന്നതും ആണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിങ്ങുമാണ്. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഇത് എല്ലാവരെയും എനർജി ആയിട്ട് മാച്ച് ആവണമെന്നില്ല. സോ നമ്മളുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് സ്വീകരിക്കുക, അല്ലാത്തവർ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, വളരെ ഫ്രീ ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. എപ്പോഴും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരുപാട് അതായത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെ ആഗ്രഹമുണ്ട്. സോ അത് എന്ത് എഫേർട്ട് കൊടുത്തിട്ട് ആ ഒരു പേഴ്സൺ അത് നേടിയെടുക്കും. അപ്പോൾ ആ ഒരു പേഴ്സണ് വളരെ സത്യസന്ധമായിട്ടറിയാം നിങ്ങളും ആ ഒരു പേഴ്സണെ അതേപോലെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന്. സോ ആ ഒരു പേഴ്സണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ് നിങ്ങളെ. പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരുപാട് വലിയ വലിയ ചേഞ്ചസുകളൊക്കെ വരാനുണ്ട്. ബിക്കോസ് ഇത്രയും നാൾ ഈ ഒരു വ്യക്തി എങ്ങനെയായിരുന്നു അതിൽ നിന്നുമൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആവാണ് ഈ ഒരു ഇയർ എന്ന് പറയുകയാണെങ്കിൽ. ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ചിരുന്ന എല്ലാ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് റിലേഷൻഷിപ്പിലും ജോലിയിലും ഫിനാൻസിലും എല്ലാം ആ പേഴ്സൺ എന്തൊക്കെയാണോ ആ പേഴ്സൺ ആഗ്രഹിച്ചിരിക്കുന്നത് അതെല്ലാം ആ ഒരു വ്യക്തിക്ക് യൂണിവേഴ്സ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് കിടക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസൊക്കെ ആ പേഴ്സൻ്റെ ലൈഫിൽ വരികയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾ എത്ര എനർജിയിലാണോ നിൽക്കുന്നത് ആ ഒരു എനർജിയിൽ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോവുക. ബിക്കോസ് ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കംപ്ലീറ്റ്ലി ഒരു മാരേജിലോട്ടൊക്കെ കൊണ്ടുപോകാനുള്ള ആ ഒരു ആഗ്രഹവും അതാണ് ആ വ്യക്തിയുടെ ഒരു എയിം എന്ന് പറയുകയാണെങ്കിൽ. സോ ആ ഒരു വ്യക്തിനെ സപ്പോർട്ട് ചെയ്ത് ആ പേഴ്സൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും കൂടെ നിൽക്കുക. ഈ ഒരു വ്യക്തി ജീവിതത്തിൽ ഒരുപാട് വിഷമഘട്ടങ്ങളിൽ കൂടെയൊക്കെ പോയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ അതായത് ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ പാരൻസ്, അച്ഛനമ്മമാർ ആരെങ്കിലും മിക്കവാറും അകന്ന് നിൽക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ആബ്സെൻസ് ഒക്കെ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക ഫാമിലി പരമായിട്ടുമൊക്കെ കുറച്ച് പ്രോബ്ലംസും അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാതെയും അങ്ങനെ ഒരുപാട് വിഷമങ്ങളും അതുപോലെ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ ഒക്കെ പോകുന്നൊരു പേഴ്സണാണ്. അപ്പോൾ ആ ഒരു പേഴ്സണ് മറ്റുള്ളവരുടെ ഫീലിങ്സും ഇമോഷൻസും ഇതൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്താ പറയുക ഇത്രയും നാളും അയാളുടെ കൊച്ചിലത്തെ ലൈഫിലൊക്കെ കിട്ടാതിരുന്ന സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്നും, അതായത് നിങ്ങളിൽ നിന്നും കിട്ടുമ്പോൾ അയാൾ ഒരുപാട് ഹാപ്പിനെസ് ഒക്കെ ആക്കി തരുന്നുണ്ട്. ജീവിതത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുപാട് അതായത്
ലൈഫിൽ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളുടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഒരു അതായത് ഈ ഒരു പേഴ്സണിൻ്റെ കഴിഞ്ഞ അതായത് നേരത്തെ ടൈമൊക്കെ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ടൈമാണ്. ഒരുപാട് നിരാശകളും ഒരുപാട് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനെ അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ പവറിനെ തന്നെയും ഇല്ല എന്നൊരവസ്ഥയിലൊക്കെ തന്നെ ദൈവവിശ്വാസങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ ആ ഒരു രീതിയിലൊക്കെ നടന്നൊരു വ്യക്തിയാണ്. ബിക്കോസ് അത്രമാത്രം ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും വിഷമങ്ങൾ നൽകിയിട്ടുള്ളത് കൊണ്ട് ദൈവം എന്നൊരാളില്ല, എന്താണ് എൻ്റെ വിഷമങ്ങൾ കാണാത്ത, എന്നെ എന്താണ് മനസ്സിലാക്കാത്തത് എന്നൊക്കെ ഓർത്ത് ദൈവവിശ്വാസം പോലും ഇല്ലാതെയൊക്കെ ചിലപ്പോൾ നടന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ. ബിക്കോസ് അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി ആരെയും തന്നെ വളരെ ഉപദ്രവിക്കുകയോ ഹേർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഒരുപാട് പ്രോബ്ലംസ് ലൈഫിൽ വന്നിട്ടുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെയാണ് ആ പേഴ്സൺ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റർലി ഡിഫറെൻ്റായി. ആ ഒരു പേഴ്സണ് ഇത്രയും നാളും ആ ഒരു സമയത്ത് ആ പേഴ്സൺ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ യൂണിവേഴ്സായിട്ട് ആ ഒരു പേഴ്സണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേഴ്സൺ അത്രത്തോളം ഹാപ്പി ഒരു മൂഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിനെ ആ ഒരു പേഴ്സൺ ഭയങ്കര എന്താ പറയുക, അത്രയും എക്സ്ട്രീം ലെവലിൽ തന്നെയാണ് കാണുന്നത്. ആ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ ഇട്ടിട്ട് പോകാനോ നിങ്ങളില്ലാത്തൊരു ജീവിതമൊന്നും ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ പാസ്റ്റിൽ ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂണിവേഴ്സ് ഈ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വേണ്ട എല്ലാ സന്തോഷങ്ങളും എല്ലാം അകമൊഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ യൂണിവേഴ്സ് നടത്തി കൊടുക്കുന്നുണ്ട്. സോ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ്. അതായത് ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു വ്യക്തിക്ക്, ജോലിപരമായിട്ടും ഫിനാൻസും പിന്നെന്താ പറയുക റിലേഷൻഷിപ്പിലും ഫ്രണ്ട്സുമായിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ എല്ലാം ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി ടൈമും അയാൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പേഴ്സൺ അറിയാം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ ഒരുപാട് ഇഷ്ടമുണ്ട്. നിങ്ങൾ അയാളുടെ ജീവിതത്തിൽ വന്നതിൽ അയാൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അപ്പം അയാൾക്ക് നിങ്ങളോടുള്ള അതേപോലെ തന്നെ ഡെപ്തിൽ നിങ്ങൾക്കും അയാളോട്ട് അത്രയും തന്നെ സ്നേഹമുണ്ടെന്ന് അയാൾക്കറിയാം. അപ്പോൾ അയാൾ ഒരുപാട് എന്താ പറയുക, നിങ്ങളിൽ നിന്ന് അയാൾ ഒരുപാട് പഠിക്കുന്നൊക്കെ ഉണ്ട്. ബിക്കോസ് നിങ്ങൾ എൻ്റർലി വേറൊരു എനർജിയിലുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ നിങ്ങളിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷങ്ങളൊക്കെ വന്നതുകൊണ്ട് നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ ഒരുപാട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടും ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിനെയാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. സോ അയാൾ ഒരുപാട് സന്തോഷവാനാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ വളരെയധികം സന്തോഷം നൽകുന്നുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കമ്പനിയിൽ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്യുവർ സോളുകളാണ്. പിന്നെ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് അതൊക്കെ സോൾവ് ചെയ്തും പറഞ്ഞു കൊടുക്കാനും ഒക്കെ നല്ലൊരു കഴിവുള്ള വളരെ നല്ലൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. ബിക്കോസ് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഉണ്ടാവും കൂടെ എന്നൊരു വിശ്വാസമുണ്ട്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ വളരെ വളരെ ഡെപ്തിലുള്ളൊരു റിലേഷനാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം എന്താ പറയുക, വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. ഒരുപാട്, അതായത് നിങ്ങൾ വളരെ സത്യസന്ധമായിട്ടൊക്കെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കാണുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാടധികം കെയർ ചെയ്യുന്നുണ്ട്. അയാൾ നിങ്ങളിലേക്ക് തന്നെയാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് തോന്നാറുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ യാതൊരുവിധ ബൗണ്ടറീസ് ഒന്നും തന്നെ ഇല്ല. വളരെ രണ്ടുപേരും നല്ല ഒരു മ്യൂച്വൽ ഗ്രോത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് തോന്നാറുണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കോൺഫിഡൻസൊക്കെ വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ അയാൾക്ക് വളരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. അയാളുടെ ബെസ്റ്റ് സെൽഫ് ആവാനുള്ള അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങളിൽ ആ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമുണ്ട്. നിങ്ങളെ ആ ഒരു വ്യക്തിയുടെ ലൈഫിലും കൂടെ കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു വ്യക്തി ഇത്രയും നാളും അതായത് ഇയാളുടെ പാസ്റ്റിൽ ഒരുപാട് ഇമോഷൻസിൽ കൂടെയൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് ചെയ്താലും അവിടെയൊക്കെ ബ്ലോക്കാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഫിനാൻസ് ആണെങ്കിലും, ഫാമിലിയിലാണെങ്കിലും, പഠിത്തത്തിലാണെങ്കിലും, ജോലിയിലാണെങ്കിലും എന്ത് ചെയ്താലും ആ വ്യക്തിക്ക് ബ്ലോക്കുകൾ മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഒന്നും കംപ്ലീറ്റ് ആവാനോ എടുക്കാനോ പ്രോപ്പറായിട്ട് പോവാനോ അതോ അങ്ങനെയൊന്നും നടന്നിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഭയങ്കര സങ്കടങ്ങളൊക്കെ ഉണ്ട്. ആഗ്രഹിച്ച പോലെയൊന്നും എത്താൻ കഴിയുന്നില്ല എന്നൊരു സങ്കടങ്ങളും, ഒരുപാട് ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ഒരു വ്യക്തിയുടെ. ഇതൊക്കെ മേ ബി ഒരു ഇന്നർ ചൈൽഡിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് ഫാമിലിയിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് പ്രോബ്ലംസും സ്ട്രഗ്ലിംഗ് ഒക്കെ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേടിയും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞും അറിയാതെയും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ ഒരു പേഴ്സണ് ഇത്രയും നാളും ബാക്കിലോട്ട് വലിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും ഒക്കെ ഒരുപാട് ചേഞ്ചസ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാളും ആ ഒരു പേഴ്സൺ എന്തായിരുന്നോ അതൊക്കെ മാറി ഇപ്പോൾ പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പെന്ന രീതിയിൽ വേറൊരു ലൈഫിലോട്ടാണ് ആ ഒരു പേഴ്സൺ വന്നത്. പഴയ പാസ്റ്റിനെ കളഞ്ഞിട്ട് പുതിയ രൂപത്തിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ ലൈഫിൽ ആ ഒരു പേഴ്സണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു പേഴ്സൺ എല്ലാത്തിൽ നിന്നൊക്കെ കുറേയൊക്കെ ഹീൽഡായതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും ലൈഫിൽ നടക്കുന്നതാണ് ആഗ്രഹിക്കുന്ന എന്തും. നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലി ലൈഫും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാനും, അതായത് ആ വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒന്നിച്ചുള്ളൊരു ലൈഫ് ഒക്കെയാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് എല്ലാം നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന പോലെ എല്ലാ ഇതും നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ ഇന്നത്തെ എൻ്റെ റീഡിങ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു മൈ സോൾ.